നാനോ ക്ലേ ദ ലിക്വിഡ് ടേണിംഗ് ഡെസേർട്ട് ടു ഫാംലാൻഡ് ബൈ റീച്ചൽ ലോവൽ. ഈ ഒരു ആർട്ടിക്കിളിൻ്റെ മലയാളം എക്സ്പ്ലനേഷനാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ആസ് യൂഷ്വൽ ക്വസ്റ്റൻ ആൻസർ ഫോമാറ്റിലാണ് ഇത് നിങ്ങളുടെ മുമ്പിലോട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. ഐ മീര ആൻഡ് വെൽക്കം ടു മൈ ചാനൽ സിംപ്ലി ഇംഗ്ലീഷ് ബൈ മീര. ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് കിടക്കുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ബ്രീഫായിട്ട് ഒന്ന് നോക്കാം. നാനോ ക്ലേ ദി ലിക്വിഡ് ടേണിംഗ് ഡെസേർട്ട് ടു ഫാംലാൻഡ് എന്നുള്ളതൊരു ആർട്ടിക്കിളാണ്. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 2020 ഇൻ BBC ഫ്യൂച്ചർ. ഇത് എഴുതിയിരിക്കുന്നത് റേച്ചൽ ലോവൽ. അവരൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ജേർണലിസ്റ്റ് ആണ് ഹു വർക്ക്സ് ഓൺ എൻവയോൺമെൻറ്റൽ ആൻഡ് അഗ്രികൾച്ചറൽ ടോപ്പിക്സ്. ഇനി ഈ ആർട്ടിക്കിൾ എന്തിനെ പറ്റിയാണ് പറയുന്നത്? ഇറ്റ് എക്സ്പ്ലെയിൻസ് ഹൗ ലിക്വിഡ് നാനോ ക്ലേ ടെക്നോളജി ക്യാൻ ട്രാൻസ്ഫോം ആരിഡ് സാൻഡ് ഇൻ ടു ഫെർട്ടൈൽ സോയിൽ ഇൻ 7 hours. അതായത് ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വെറും 7 മണിക്കൂർ കൊണ്ട് വളരെ ആരിഡ് അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള മണലിനെ ബലഭൂവിഷ്ടമായിട്ടുള്ള ഒരു മണ്ണാക്കി മാറ്റാനായിട്ട് ഈ ടെക്നോളജിക്ക് സാധിക്കും. ഈ ടെക്നോളജി വികസിപ്പിച്ചെടുത്തത് ഡെസേർട്ട് കൺട്രോൾ എന്ന് പറഞ്ഞ നോർവീജിയൻ കമ്പനിയാണ്. ആൻഡ് സാധാരണഗതിയിൽ ഒരു മണ്ണ് ബലഭൂവിഷ്ടമായി മാറാനായിട്ട് ഒരുപാട് വർഷത്തെ കാത്തിരിപ്പുണ്ട്. പക്ഷേ ഈ ഒരു ടെക്നോളജി ഉപയോഗിക്കുന്നത് വഴി ഇത് വളരെ എളുപ്പത്തിൽ ബലഭൂവിഷ്ടമാവാനായിട്ട് സാധിക്കുന്നു. ഇനി എന്താണ് ലിക്വിഡ് നാനോ ക്ലേ? ലിക്വിഡ് നാനോ ക്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ്രാവക രൂപത്തിലുള്ള കളിമൺ കണികകളെയാണ് ഇത് പറയുന്നത്. ഇത് വെള്ളത്തിൻ്റെ ഒപ്പം ശരിയായ അളവിൽ മണ്ണിലേക്ക് മിക്സ് ചെയ്യുമ്പോഴാണ് മണ്ണ് ബലഭൂവിഷ്ടമായിട്ട് മാറുന്നത്. ആൻഡ് ഈ മെത്തേഡ് കൂടുതലും പ്രോമിനൻ്റ് ആയത് 2019 കോവിഡ് ലോക്ക്ഡൗണിൻ്റെ സമയത്താണ്. പ്രത്യേകിച്ച് ഇത് കൂടുതലും സക്സസ്ഫുൾ ആയത് UAE-യിലാണ്. ഇത് ഇവിടെ മാത്രമല്ല, ഈ രാജ്യത്ത് മാത്രമല്ല, ഈജിപ്റ്റ്, പാകിസ്ഥാൻ, അതുപോലെ തന്നെ ചൈന എന്നുള്ള രാജ്യങ്ങളിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ നാനോ ക്ലേ ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് റോൾ ഇൻ ഇംപ്രൂവിങ് ഡെസേർട്ട് സോയിൽ. അതായത് എന്താണ് നാനോ ക്ലേ, അതിൻ്റെ റോൾ എന്താണ്? അതായത് മരുഭൂമിയിലെ സോയിൽ ഇംപ്രൂവ് ചെയ്യാനുള്ള അതിൻ്റെ റോൾ എന്താണ്? ലിക്വിഡ് നാനോ ക്ലേ അല്ലെങ്കിൽ LNC ഒരു പുതിയ അഗ്രികൾച്ചറൽ ടെക്നോളജിയാണ്. അതായത് കൃഷിയിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ്. ദ ടേൺസ് ഡെസേർട്ട് സാൻഡ് ഇൻ ടു ഫെർട്ടൈൽ സോയിൽ. അതായത് മരുഭൂമിയിലെ വരണ്ട മണലിനെ ഫെർട്ടൈൽ സോയിലായിട്ട് മാറ്റാണ്. ഇതെങ്ങനെയാണ് അത് മാറ്റുന്നത്? മിക്സിംഗ് ക്ലേ പാർട്ടിക്കിൾസ് വിത്ത് വാട്ടർ. വെള്ളവും കളിമണ്ണിൻ്റെ കണികകളും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ടെക്നോളജി പ്രവർത്തിക്കുന്നത്. നാനോ ക്ലേ ആക്ട്സ് ലൈക്ക് എ സ്പഞ്ച്. ഒരു സ്പഞ്ച് പോലെ അല്ലെങ്കിൽ സ്പോഞ്ച് പോലെയാണിത് പ്രവർത്തിക്കുന്നത്. ഈ സ്പോഞ്ച് ലൈക്ക് ഇതിൻ്റെ ഒരു അവസ്ഥ എന്തിനെയാണ് സഹായിക്കുന്നത്? ഇൻക്രീസിങ് വാട്ടർ റിട്ടൻഷൻ. അതായത് വെള്ളം നിലനിർത്താൻ, ഈ മണ്ണിൽ വെള്ളം നിലനിർത്താനായിട്ട് ഇത് സഹായിക്കുന്നു. ആൻഡ് ദസ് നീഡ് ലെസ് ഇറിഗേഷൻ വാട്ടർ. സോ നമ്മൾ മാനുവലി ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറവ് മതി ഈ വെള്ളം നിലനിർത്തുന്ന ഒരു ക്വാളിറ്റി ഇതിനുള്ളത് കൊണ്ട്. ഇറ്റ് സർഫസ് ഏരിയ സപ്പോർട്ട്സ് ന്യൂട്രിയൻ്റ് അബ്സോർപ്ഷൻ. അത് മാത്രമല്ല, വെള്ളം മാത്രമല്ല ഇത് നിലനിർത്തുന്നത്, ന്യൂട്രിയൻറ്റ്, അതായത് മണ്ണിന് ആവശ്യമുള്ള ന്യൂട്രിയൻറ്റിനെ വലിച്ചെടുക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. ആൻഡ് സ്റ്റോപ്സ് ഇറ്റ് ഫ്രം വാഷിംഗ് അവേ. അതുപോലെ തന്നെ ഈ ന്യൂട്രിയൻസ് ഒലിച്ചു പോകുന്നതും ഇത് തടയുന്നു. ദസ് റിഡ്യൂസിങ് ദ നീഡ് ഫോർ ഫെർട്ടിലൈസേഴ്സ്. അതായത് അമിതമായ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നത് ഇത് തടയുന്നു. സോ നാച്ചുറൽ ആയിട്ടുള്ളൊരു സോയിൽ ഫോർമേഷനാണ് ഇവിടെ നടക്കുന്നത് ലിക്വിഡ് നാനോ ക്ലേ ടെക്നോളജി വഴി. Second question, how did the construction of the Aswan Dam affect the fertility of the Nile Delta? അതായത് നൈൽ ഡെൽറ്റ എന്ന് പറയുന്നത് ഈജിപ്തിലെ ഒരു പ്രദേശമാണ്. അവിടുത്തെ ഫെർട്ടിലിറ്റി, സോയിലിൻ്റെ ഫെർട്ടിലിറ്റി വളരെയധികം കുറഞ്ഞു. എന്തിനു ശേഷം? അസ്വൻ ഡാം നിർമ്മിച്ചതിന് ശേഷം. സോ എങ്ങനെയാണ് ഈ കൺസ്ട്രക്ഷൻ ഈ ഫെർട്ടിലിറ്റീനെ തടഞ്ഞത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ദ ഡാം ബ്ലോക്ക് ദ ഡെപ്പോസിറ്റ് ഓഫ് ന്യൂട്രിയൻ റിച്ച് ബ്ലാക്ക് മഡ്. അതായത് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഡെപ്പോസിറ്റാണ്, ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഒരു ഡെപ്പോസിറ്റാണ് ഈ ബ്ലാക്ക് മഡ്, സിൽറ്റ് എന്ന് പറയും. ഇത് എല്ലാ വർഷവും നൈൽ ഡെൽറ്റയിൽ വന്ന് അടിഞ്ഞുകൂടാറുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സോയിൽ വളരെയധികം ഫെർട്ടൈലും കൃഷി വളരെ എളുപ്പവുമായിരുന്നു. പക്ഷേ ഈ ഡാം നിർമ്മിച്ചതിന് ശേഷം ഈ ഡാം എന്ത് ചെയ്തു? ഈ ഒരു ന്യൂട്രിയൻ റിച്ച് ബ്ലാക്ക് മഡിനെ തടയുകയാണ് ചെയ്തത്. നൈൽ ഡെൽറ്റയിലേക്ക് വരുന്ന ഈ ഒരു സിൽറ്റിനെ തടഞ്ഞു. സോ ഇത് എന്താണ് ഇതിൻ്റെ കോൺസിക്വൻസ്? ദിസ് മേഡ് ദ സോയിൽ ക്വാളിറ്റി ഓഫ് ദി ഏരിയ പുവർ. ഈ ഒരു ബ്ലോക്ക് കാരണം അവിടുത്തെ ക്വാളിറ്റി ഓഫ് ദ സോയിൽ വളരെ മോശമാവുകയും ഫാമേഴ്സ് ഡിപ്പെൻഡഡ് മോർ ഓൺ ഫെർട്ടിലൈസേഴ്സ്. മാത്രമല്ല ഫാമേഴ്സ് കൂടുതലായിട്ട് ഫെർട്ടിലൈസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാനും തുടങ്ങി. ആൻഡ് ഇതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് അവിടെ വളരെയധികം കടുത്ത ഒരു സോയിൽ ഇറോഷൻ എക്സ്പീരിയൻസ്, സിവിയർ ഇറോഷൻ, മണ്ണൊലിപ്പ് ഉണ്ടാവുകയും ചെയ്തു. Third question, what's the process by which nano clay transforms sand into fertile soil? അതായത് മണലിനെ ഫെർട്ടൈൽ സോയിലായിട്ട് മാറ്റുന്ന ഈ ഒരു നാനോ ക്ലേയുടെ പ്രോസസ്സ് എന്താണ്? ഇതിൽ റൈറ്റ് എമൗണ്ട് ഓഫ് നാച്ചുറൽ ക്ലേ മിക്സ് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇത് എന്തിലേക്കാണ് മിക്സ് ചെയ്യുന്നത്? സാൻഡിലേക്ക്, കളിമണ്ണ് സാൻഡിലേക്ക് റൈറ്റ് എമൗണ്ടിൽ മിക്സ് ചെയ്യുകയും അത് ഗ്രൗണ്ടിലേക്ക് അപ്ലൈ ചെയ്യുകയുമാണ്, കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്ക് അപ്ലൈ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. സോ വിതിൻ 7 hours ഈ ഒരു ഏരിയ, ഈ ഒരു സോയിൽ ഫെർട്ടൈലായിട്ട്
മാറും എന്നുള്ളതാണ് ഈ ടെക്നോളജിയുടെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. ദ ക്ലേ പാർട്ടിക്കിൾസ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ്. ഈ ക്ലേ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജാണ്, സാൻഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജാണ്. സോ ഇത് രണ്ടും കൂടെ ഫിസിക്കലി മീറ്റ് ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടെ ബൈൻഡ് ടുഗെദർ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ടെക്നോളജി. ഇറ്റ് ക്രിയേറ്റ്സ് എ സ്പോഞ്ച് ലൈക്ക് പോറസ് സ്ട്രക്ചർ, അതായത് വളരെയധികം സുഷിരമുള്ള ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു സർഫസ് അത് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സുഷിരമുള്ള സർഫസ് സ്പോഞ്ച് പോലെ വെള്ളം വലിച്ചെടുക്കുന്ന ഈ ഒരു സർഫസിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ദറ്റ് ഇൻക്രീസസ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻ റിട്ടൻഷൻ, അതായത് വെള്ളത്തിനെയും ന്യൂട്രിയൻസിനെയും ഒരുപോലെ നിലനിർത്താനുള്ള ഒരു കഴിവ് ഈ ഒരു പോറസ് സ്ട്രക്ചറിന് ഉണ്ട്. 50 തൊട്ട് 60% വരെ ഇത് ആ വെള്ളവും ന്യൂട്രിയൻസും നിലനിർത്തും. ഇറ്റ് ഇൻക്രീസസ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ, ഇത് തന്നെയാണ് സോയിലിൻ്റെ ഫെർട്ടിലിറ്റി കൂടാനുള്ള കാരണം. ആൻഡ് പ്രിവെന്റ് ദ ന്യൂട്രിയൻസ് ഫ്രം ഡ്രെയിനിങ് അവേ, ഈ ന്യൂട്രിയൻസ് ഒലിച്ചു പോകുന്നത് ഇത് തടയുകയും ചെയ്യുന്നു. ദ സോയിൽ ഇസ് കേപ്പബിൾ ഓഫ് സപ്പോർട്ടിംഗ് ലൈഫിനെ നിലനിർത്താനും കൃഷിനെ നിലനിർത്താനും ഈ സോയിലിന് സാധിക്കും. വിത്ത് 50% ലെസ് വാട്ടർ, 50% വെള്ളം കുറവാണെങ്കിലും ഇത് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് മൈക്രോറൈസേ ഫംഗൈ ഇൻ മെയിൻറ്റെയിനിങ് സോയിൽ ഹെൽത്ത്? അതായത് സോയിൽ ഹെൽത്ത് നിലനിർത്താനായിട്ട് മൈക്രോറൈസേ ഫംഗൈൻ്റെ ഫംഗ്ഷൻ എന്താണ്, അല്ലെങ്കിൽ ആ ഫംഗസിൻ്റെ ഫംഗ്ഷൻ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. സോ മൈക്രോറൈസേ എന്ന് പറയുന്നത് ഒരു ഫംഗസ് ആണ്. അതിന് സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ആണ് ഉള്ളത് ചെടികളുമായിട്ട് അല്ലെങ്കിൽ പ്ലാന്റ്സ് ആയിട്ട്. എന്താണ് സിംബയോട്ടിക് റിലേഷൻഷിപ്പ്? രണ്ട് സ്പീഷീസ് തമ്മിലുള്ള ഇൻട്രാക്ഷനെയാണ് സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ആ ഒരു ഇൻട്രാക്ഷൻ വഴി രണ്ട് സ്പീഷീസിനും ബെനിഫിറ്റ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. സോ ഈ ഫംഗൽ അല്ലെങ്കിൽ ഈ ഫംഗസിന് ഒരു ഫിലമെൻറ്റ്സ് അല്ലെങ്കിൽ മുടിനാര് പോലെയുള്ള മൈക്രോസ്കോപ്പിക് ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഈ മുടിനാര് പോലെയുള്ള ഈ സ്ട്രക്ചേഴ്സിനെ ഹൈഫേ എന്നാണ് പറയുന്നത്. വിച്ച് ആർ ഫൈനർ ദാൻ ദ പ്ലാന്റ് റൂട്ട്സ്, അതായത് ചെടിയുടെ റൂട്ടിനേക്കാളും വളരെയധികം ഫൈനായിട്ടുള്ള നാരുകളാണ് ഈ ഹൈഫേക്ക് ഉള്ളത്, ഈ ഫംഗസിൻ്റെ. അലൗവിങ് ആക്സസ് ടു ന്യൂട്രിയൻസ്. സോ ഈ റൂട്ടിലുള്ള ഈ ഒരു ഹൈഫേ വഴി ഇവർ വളരെയധികം ആഴത്തിലുള്ള ന്യൂട്രിയൻസിനെ ആക്സസ് ചെയ്യാനായിട്ട് ഈ ഹൈഫേക്ക് അല്ലെങ്കിൽ ഈ ഫംഗസിന് സാധിക്കും. ഇൻ ദിസ് പ്രോസസ് ഓഫ് ഫംഗൽ ഫിലമെന്റ്സ് കണക്ട് ദ സോയിൽ മിനറൽ പാർട്ടിക്കിൾസ് മെയിൻറ്റെയിനിങ് ദ സോയിൽ സ്ട്രക്ചർ ആൻഡ് അവോയ്ഡിങ് ഇറോഷൻ. സോ ഈ ന്യൂട്രിയൻസ് വലിച്ചെടുക്കുന്നത് വഴി സോയിൽ ഇറോഷൻ അവോയ്ഡ് ചെയ്യാനും സോയിൽ സ്ട്രക്ചറിനെ നിലനിർത്താനും ഈ ഒരു ഹൈഫേ എന്ന് പറഞ്ഞ മുടിനാര് പോലുള്ള ഈ സ്ട്രക്ചർ, അതായത് ഈ ഫംഗസിൻ്റെ ഈ ഒരു സ്ട്രക്ചറിന് സാധിക്കും. Fifth question, what is the importance of using the correct amount of clay in soil treatment? So ഈ സോയിൽ ട്രീറ്റ്മെൻറ്റിന് കൃത്യമായിട്ടുള്ള അളവിൽ വേണം ക്ലേ ഉപയോഗിക്കാൻ. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ ക്ലേ ഈസ് വെരി എസെൻഷ്യൽ ഫോർ മെയിൻറ്റെയിനിങ് സോയിൽ സ്ട്രക്ചർ. സോയിൽ സ്ട്രക്ചർ നിലനിർത്താനും ന്യൂട്രിയൻ റിട്ടൻഷനും വാട്ടർ മാനേജ്മെൻറ്റിനും ക്ലേ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു എലമെൻ്റ് ആണ്. സോ ടു ലിറ്റിൽ ക്ലേ ലീഡ്സ് ടു പുവർ ന്യൂട്രിയൻ റിട്ടൻഷൻ. നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ ക്ലേൻ്റെ അളവ് കുറവാണെങ്കിൽ അതെന്ത് സംഭവിക്കും? ന്യൂട്രിയൻ റിട്ടൻഷൻ, അതായത് ന്യൂട്രിയൻ നിലനിർത്താനുള്ള അതിൻ്റെ കഴിവ് വളരെയധികം മോശമാവുകയും ബൈ മേക്കിംഗ് ഇറ്റ് ടു പോറസ്, അതായത് സുഷിരങ്ങൾ വളരെ അധികമായി മാറും. സോ എന്ത് സംഭവിക്കും? ന്യൂട്രിയൻസ് ഒലിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ടു മച്ച് ഓഫ് ക്ലേ, ഒരുപാട് ക്ലേ, അതിൻ്റെ ഒരു എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ക്യാൻ ലീഡ് ടു സിവിയർ കോമ്പാക്ഷൻ, അതായത് വളരെയധികം ഡെൻസായി മാറും, അതിൻ്റെ സർഫസ് ഭയങ്കര കട്ടിയായിട്ട് മാറും. സോ അത്രയും കട്ടിയാവുമ്പോൾ എന്ത് സംഭവിക്കും? വെള്ളത്തിനെ കടത്തി വിടാനും ന്യൂട്രിയൻസിനെ വലിച്ചെടുക്കാനുള്ള അതിൻ്റെ കഴിവ് കുറയുന്നു അല്ലെങ്കിൽ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. സോ ആൻ ഇംപ്രോപ്പർ ബാലൻസ് ക്യാൻ മേക്ക് ദ യൂസ്ഫുൾ സോയിൽ ഡിസ്ഫങ്ഷണൽ. സോ പ്രോപ്പർ അല്ലാത്തൊരു ബാലൻസിലാണ് ക്ലേ ഉപയോഗിക്കുന്നതെങ്കിൽ ആ യൂസ്ഫുൾ ആയിട്ടുള്ള സോയിൽ ഉപയോഗശൂന്യമായിട്ട് മാറും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. Sixth question, explain how cationic exchange capacity helps sand and clay bind together. അതായത് cationic exchange capacity എങ്ങനെയാണ് സാൻഡിനെയും ക്ലേയിനെയും ഒരുമിച്ച് ബൈൻഡ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇനി എന്താണ് കാറ്റയോണിക് എക്സ്ചേഞ്ച് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ? അതായത് ഇറ്റ്സ് എ കപ്പാസിറ്റി ഓഫ് ഓർഗാനിക് മാറ്റർ ടു അട്രാക്ട് ആൻഡ് എക്സ്ചേഞ്ച് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ അട്രാക്ട് ചെയ്യാനും എക്സ്ചേഞ്ച് ചെയ്യാനുള്ള കഴിവിനെയാണ് CEC അല്ലെങ്കിൽ കാറ്റയോണിക് എക്സ്ചേഞ്ച് കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ ക്ലേ പാർട്ടിക്കിൾസിനുള്ളത് ഒരു നെഗറ്റീവ് ചാർജും അതുപോലെ തന്നെ സാൻഡ് ഗ്രെയിൻസ് അല്ലെങ്കിൽ മണൽ തരികൾക്കുള്ളത് പോസിറ്റീവ് ചാർജും. സോ ഈ ഒരു നാച്ചുറൽ പൊളാരിറ്റി കാരണം ഇവർ ഫിസിക്കലി മീറ്റ് ചെയ്യുമ്പോൾ, അതായത് കളിമണ്ണും സാൻഡും അതായത് മണലും ഒരുമിച്ച് മീറ്റ് ചെയ്യുമ്പോൾ ദേ ബൈൻഡ് ടുഗെദർ. ഒരെണ്ണം നെഗറ്റീവ് ഒരെണ്ണം പോസിറ്റീവ് ആയതുകൊണ്ട് ഇത് ഫിസിക്കലി ബൈൻഡ് ചെയ്യുന്നു ഓട്ടോമാറ്റിക്കലി. ദ ക്ലേ അട്രാക്ട്സ് കാൽഷ്യം, മെഗ്നീഷ്യം ആൻഡ് പൊട്ടാഷ്യം ഫ്രം ദ സോയിൽ. ഇതുപോലെയുള്ള 3 എലമെൻസിനെ ക്ലേ അട്രാക്ട് ചെയ്യുന്നു സോയിൽ നിന്ന്. ദസ് ഫോമിങ് സോയിൽ സ്ട്രക്ചർ ആൻഡ് ബെറ്റർ സ്റ്റെബിലിറ്റി. നല്ല സോയിൽ സ്ട്രക്ചറിനും സോയിലിൻ്റെ ബെറ്റർ സ്റ്റെബിലിറ്റിക്കും ഇത് ഒരു വഴിത്തിരിവാവുന്നു.
Next question, discuss how biochar contributes to restoring soil health and plant growth. ഈ പ്ലാന്റ് ഗ്രോത്തിനെയും സോയിൽ ഹെൽത്തിനെയും റിസ്റ്റോർ ചെയ്യാനായിട്ട് ബയോചാർ എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഇനി ബയോചാർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേബിൾ ഫോം ഓഫ് കാർബൺ ആണ്. ഇതെങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓർഗാനിക് മാറ്ററിനെ ബേൺ ചെയ്തുകൊണ്ടാണ്. അതായത് ഓക്സിജൻ്റെ അഭാവത്തിൽ ബേൺ ചെയ്യുമ്പോഴാണ് ബയോചാർ എന്നുള്ളൊരു ചാർക്കോൾ ലൈക്ക് സബ്സ്റ്റൻസ്, അതായത് കരി പോലത്തെ ഒരു സബ്സ്റ്റൻസ് ഉണ്ടാവുന്നത്. ഈ സബ്സ്റ്റൻസിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇസ് ഹൈലി പോറസ്, വളരെയധികം സുഷിരമുള്ളൊരു മെറ്റീരിയലാണിത്. ലൈറ്റ് വെയ്റ്റ് ആണ്, വിത്ത് എ ഹ്യൂജ് സർഫസ് ഏരിയ. അതിൻ്റെ സർഫസ് ഏരിയ വളരെ കൂടുതലാണ്. സോ ഇതുകൊണ്ടുള്ള ഉപകാരം എന്താ? ഇറ്റ് റിസ്റ്റോർ സോയിൽ ഹെൽത്ത്, സോയിൽ ഹെൽത്തിനെ റിസ്റ്റോർ ചെയ്യാനും പ്ലാന്റ് ഗ്രോത്തിനെ ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ സോയിൽ സ്ട്രക്ചറിനെ എൻഹാൻസ് ചെയ്യാനും, അതുമാത്രമല്ല ഇൻക്രീസിങ് ന്യൂട്രിയൻ റിട്ടൻഷൻ, അതായത് ന്യൂട്രിയൻസിനെ നിലനിർത്താനുള്ള അതിൻ്റെ കഴിവിനെ ഭയങ്കരധികം ഇത് ബാധിക്കുന്നുണ്ട്. ആൻഡ് ഫോസ്റ്ററിങ് മൈക്രോബിയൽ ആക്ടിവിറ്റി, മൈക്രോബ്സിനെ വളർത്താനും ഇത് വളരെയധികം സഹായിക്കും ഈ ചാർക്കോൾ ലൈക്ക് സബ്സ്റ്റൻസ്. എവിടെയാണ് ബയോചാർ ഉപയോഗിക്കുന്നത്? ബയോചാർ ഉപയോഗിക്കുന്നത് നാനോ ക്ലേ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലാണ്. നാനോ ക്ലേ എന്ന് പറയുന്നത് സാൻഡിൽ അല്ലെങ്കിൽ വരണ്ട കാലാവസ്ഥയിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. സോ ബയോചാർ ഒരു ബെറ്റർ ഓൾട്ടർനേറ്റീവ് ആണ് മണലല്ലാത്ത സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ സോയിലിൽ ഉപയോഗിക്കാനായിട്ട്. So last question, identify the barriers to implementing nano clay technology in poorer regions. അതായത് വളരെ പുവർ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നാനോ ടെക്നോളജി ഉപയോഗിക്കുന്നതിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ദ ഫസ്റ്റ് ബാരിയർ, ആദ്യത്തെ തടസ്സം എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് കോസ്റ്റ് തന്നെയാണ്. വളരെയധികം ചിലവ് വരുന്ന, ഇനീഷ്യലി വളരെയധികം ചിലവ് വരുന്ന ഒരു പ്രോസസ്സാണ് നാനോ ക്ലേ ടെക്നോളജി എന്ന് പറയുന്നത്. മോസ്റ്റ് ഫാമേഴ്സ് വുഡ് നോട്ട് ഹാവ് ദ ക്യാപിറ്റൽ അപ്പ് ഫ്രണ്ട്. മിക്ക ഫാമേഴ്സിനും ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഇനീഷ്യൽ ആയിട്ടുള്ള പൈസ കയ്യിലുണ്ടാവുന്നില്ല. ദ ട്രീറ്റ്മെൻറ്റ് ഓൾസോ ലാസ്റ്റ് 5 years, 5 വർഷമാണ് ഇത് ഈ ട്രീറ്റ്മെൻറ്റ് നിലനിർത്തി പോവേണ്ടത്. ആഫ്റ്റർ വിച്ച് ദ ക്ലേ നീഡ്സ് എ ടോപ്പ് അപ്പ്. 5 വർഷത്തിന് ശേഷം ഈ ക്ലേ വീണ്ടും റീഫിൽ ചെയ്യണം. അതുമാത്രമല്ല പുവർ ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ദീസ് ഏരിയാസ്, ഈ ഏരിയാസിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു അഭാവം അതെന്താണ് ഉണ്ടാക്കുന്നത്? മേക്സ് എ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ് ഡിഫിക്കൽട്ട്. ട്രാൻസ്പോർട്ടേഷനും അതുപോലെ തന്നെ സ്റ്റോറേജ് കപ്പാസിറ്റിയും എല്ലാം ഇത് വളരെയധികം അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടാവുന്നു. ദ ലോക്കൽ ഫാർമേഴ്സ് ഓൾസോ ലാക്ക് അവെയർനെസ് ഓൺ ദിസ്. ലോക്കൽ ഫാമേഴ്സിന് ഇതിനെക്കുറിച്ചുള്ള അവെയർനെസ്സും കുറവായിരിക്കും. Ninth question, what are the soil recovery methods mentioned in the article? ഈ ആർട്ടിക്കിളിൽ മെൻഷൻ ചെയ്തിട്ടുള്ള സോയിൽ റിക്കവർ ചെയ്യുന്ന അല്ലെങ്കിൽ മണ്ണ് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡ് ഏതൊക്കെയാണ്? സോ ആദ്യത്തെ രണ്ടാം നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്, നാനോ ക്ലേ ടെക്നോളജി, ബയോചാർ എന്നുള്ളത്. തേർഡ് വൺ ആണ് വെർമിക്യുലൈറ്റ്. എന്താണ് വെർമിക്യുലൈറ്റ്? വെർമിക്യുലൈറ്റ് ഇസ് എ മിനറൽ മൈൻഡ് ഫ്രം റോക്സിൽ നിന്നും മൈൻ ചെയ്തെടുക്കുന്ന ഒരു മിനറലാണ് ഇത്. ഇതിനെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ട്രീറ്റഡ് വിത്ത് ഹീറ്റ്, ഇതിനെ ചൂടാക്കുകയും ഈ ചൂടുള്ള അവസ്ഥ ഇതിനെ എക്സ്പാൻഡ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എക്സ്പാൻഡ് ചെയ്യിപ്പിക്കുക എന്ന് വെച്ചാൽ വികസിപ്പിക്കുന്നു. സോ ഇത് വികസിപ്പിച്ചെടുക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണ്? ഒരു സ്പോഞ്ചി നേച്ചറാണ്. ഈ മെറ്റീരിയൽ ഒരു സ്പോഞ്ചി നേച്ചറായിട്ട് മാറുന്നതാണ് നമ്മൾ കാണുന്നത്. ആൻഡ് ഇറ്റ് അലൗസ് ഇറ്റ് ടു അബ്സോർബ് 3 times ഇറ്റ്സ് വെയിറ്റ് ഇൻ വാട്ടർ. അതിൻ്റെ വെയിറ്റിൻ്റെ 3 ഇരട്ടി വെള്ളം വലിച്ചെടുക്കാനുള്ള ഒരു കഴിവ് ഇതിന് വരുന്നു. ആൻഡ് റീറ്റെയിൻ ഇറ്റ് ഫോർ ലോങ്ങർ പീരിയഡ്സ്. ഈ വെള്ളം നിലനിർത്താനുള്ള, കുറേ സമയത്തേക്ക് നിലനിർത്താനുള്ള കഴിവും ഇതിനുണ്ട്. വെള്ളം മാത്രമല്ല ന്യൂട്രിയൻസും ഇതുപോലെ തന്നെ നിലനിർത്താനുള്ള ഒരു കഴിവ് വെർമിക്യുലൈറ്റിന് ഉണ്ട്. 10th question, how did the UAE benefit from the trials of nano clay during COVID-19 lockdown? COVID-19 ലോക്ക്ഡൗണിൻ്റെ സമയത്ത് എങ്ങനെയാണ് ഈ നാനോ ടെക്നോളജി അല്ലെങ്കിൽ നാനോ ക്ലേ ടെക്നോളജി UAEയിൽ എങ്ങനെയാണ് ബെനിഫിറ്റ് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. ഡ്യൂറിങ് COVID-19 ലോക്ക്ഡൗൺ എ ബാരൻ പ്ലോട്ട് ഇൻ ദ UAE, അതായത് UAEയിൽ ഒരു തരിശായിട്ട് കിടക്കുന്ന ഒരു ഭൂമി, ഒരു സ്ഥലം, അതിനെയാണ് ഇവർ വാട്ടർ മെലൻസ് കൊണ്ടും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കൊണ്ടും നിറച്ചത്. എന്ത് വഴി? ഈ നാനോ ടെക്നോളജി അല്ലെങ്കിൽ നാനോ ക്ലേ ടെക്നോളജി വഴി. വെറും 40 ദിവസം കൊണ്ടാണ് ഇവരിത് നടത്തിയെടുത്തത്. ലോക്ക്ഡൗൺ ഇൻ ദ UAE വാസ് വെരി സ്ട്രിക്റ്റ്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ലോക്ക്ഡൗൺ ആയിരുന്നു UAEയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് കിട്ടുന്നത് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. സോ ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചത് വഴി അറൌണ്ട് 200 kg ഓഫ് വാട്ടർ മെലൻസ്, 200 കിലോ വാട്ടർ മെലൻസ്, തണ്ണിമത്തൻ, അതുപോലെ തന്നെ സുക്കിനി എന്ന് പറഞ്ഞാൽ മത്തങ്ങ വർഗ്ഗത്തിൽപ്പെട്ടതാണ്, ആൻഡ് പേൾ മില്ലറ്റ്, അതായത് ധാന്യവർഗ്ഗത്തിൽപ്പെട്ടത്, ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചു. 0.2 acre ഓഫ് ട്രയൽ പ്ലോട്ട്. ഈ പ്ലോട്ടിലാണ്, തരിശു ഭൂമിയിലാണ് അവർ ഈ എക്സ്പെരിമെൻറ്റ് നടത്തി വിജയകരമായിട്ട് നടന്നത്.